എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നത് ബജാജിൻ്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് ഗുഡ്സ് ഓട്ടോറിക്ഷ ഗോഗോ C9012 ആണ്. നമുക്ക് റിവ്യൂ ചെയ്യുന്നതിന് ഈ വാഹനം നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ ജില്ലയിലെ ബജാജിൻ്റെ ഓതറൈസ്ഡ് ഡീലറായ SKS ബജാജാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 130/80 ആണ്. അത്യാവശ്യം വലിയ ടയറിൻ്റെ സൈസ് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇത് ട്യൂബ്ലെസ് ആണ്, റേഡിയൽ ടയറുമാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് ഡീസൽ മോഡൽ പോലെ തന്നെയാണ്, ഡബിൾ സൈഡ് സസ്പെൻഷനാണ് കമ്പനി ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് മഡ്ഗാർഡ് വരുന്നത് മെറ്റലാണ്. അത്യാവശ്യം നല്ല തിക്നെസ് തന്നെ ഇതിന് കമ്പനി കൊടുത്തിട്ടുണ്ട്. തന്നെയുമല്ല, ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ലുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് തന്നെ കമ്പനി ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് വരുന്നത് DRL ലാമ്പാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഫ്രണ്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വിസിബിലിറ്റി, ഇതിന് നല്ല വിസിബിലിറ്റി തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡ്രൈവർ ക്യാബിനിലേക്കൊന്ന് കയറാം. ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ചുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വൈപ്പറിൻ്റെ സ്വിച്ച് ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മൊബൈൽ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മൊബൈൽ ഹോൾഡർ ഈ ഭാഗത്തായിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മെയിനായിട്ടുള്ളൊരു സ്വിച്ച് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യുന്നതിനും നമുക്ക് കിലോമീറ്റർ റേഞ്ച് അറിയുന്നതിനുമാണ്. നമുക്ക് ഇനി വാഹനം എത്ര കിലോമീറ്റർ പോകും എന്നറിയുന്നതിന് നമ്മൾ ഈ സ്വിച്ചിലൊന്ന് അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഡിസ്പ്ലേ കാണിക്കും. ഡിസ്പ്ലേ വരുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഡിസ്പ്ലേയിലാണ് നമുക്കിത് കാണിച്ചു തരുന്നത്. നമുക്ക് എത്ര കിലോമീറ്റർ ഇനി ഈ വാഹനം സഞ്ചരിക്കുമെന്നുള്ള റേഞ്ച് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നതാണ്. അതിനുള്ളതാണ് ഈ സ്വിച്ച്. ഇനി ഈ ഭാഗത്ത് വരുന്നത് ഇത് ന്യൂട്രൽ ആക്കുന്നതിനുള്ള സ്വിച്ചാണ്. ഇത് നമ്മൾ റിവേഴ്സ് പോകുന്നതിനുള്ള സ്വിച്ചാണ്. ഇത് ഡ്രൈവ് മോഡിലേക്ക് ആക്റ്റീവ് ആക്കുന്നതിനുള്ള സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പവർ മോഡിലേക്ക് ആക്കുന്നതിന് വേണ്ടി, അതായത് നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും കയറ്റം വല്ലതും കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സ്വിച്ചിലാണ് അമർത്തേണ്ടത്. ഇത് ഇൻഡിക്കേറ്ററിനുള്ള സ്വിച്ച് ഇവിടെ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹോണിനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഡിമ്മും ബ്രൈറ്റ് പിടിക്കുന്നുള്ള സ്വിച്ച് ഫ്രണ്ടിൽ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൊബൈൽ ചാർജ് ചെയ്യുന്നതിനുള്ള സ്ലോട്ട് ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തും ഒരു ചാർജറിന്റെ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് ചാർജറിനുള്ള സ്ലോട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഈ ഡാഷ്ബോർഡിൽ നല്ല ഗ്രേ കളർ വളരെ ഭംഗിയായിട്ട് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തേക്ക് നമുക്ക് സ്പീക്കർ വെക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഭാഗത്തേക്കും സ്പീക്കർ വെക്കുന്നതിനുള്ള ഓപ്ഷൻ കമ്പനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ അത്യാവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ, വല്ല വാലറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് നമുക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്റ്റോറേജ് കമ്പനി ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ലോക്ക് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഈ ഡ്രൈവർ സീറ്റിന്റെ അടിഭാഗത്ത് ഈ ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഓക്സിലറി ബാറ്ററി കൊടുത്തിരിക്കുന്നത്. അതിന് പുറകുവശത്തായിട്ട്, അതിന് ബാക്കിലായിട്ടാണ് നമുക്ക് സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ചാർജർ കണക്ട് ചെയ്യുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ചാർജർ കണക്ട് ചെയ്യുന്നത്. ഇത് ഓൺ ബോർഡ് ചാർജറാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇതിൻ്റെ ബാക്കത്തെ ടെയിൽ ലാമ്പ് വരുന്നത് LED ആണ്. പുതിയ മോഡലാണ് കമ്പനി, പുതിയ മോഡൽ LED ടെയിൽ ലാമ്പാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് കാറ്റഗറിയിൽ ഏറ്റവും വിശാലമായിട്ട് ലോഡിംഗ് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഇത്. ഇതിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പേസ് വരുന്നത് 6 അടി നീളവും 5 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. 1 ടണ്ണോളം ലോഡ് വഹിക്കാനുള്ള കപ്പാസിറ്റി ഈ വാഹനത്തിനുണ്ട്. ഇതിൻ്റെ ബാറ്ററിയുടെ പൊസിഷൻ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. 12 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് കമ്പനി ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മോട്ടറിൻ്റെ കപ്പാസിറ്റി വരുന്നത് 5.5 കിലോ വാട്ടാണ്. ഈ വാഹനം 0 മുതൽ 80% വരെ ചാർജ് ആകുന്നതിന് ഏകദേശം 4 മണിക്കൂറാണ് സമയമെടുക്കുന്നത്. ഇത് ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, ഒറ്റ തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 199 കിലോമീറ്ററാണ് നമുക്ക് റേഞ്ച് കിട്ടുന്നത്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത് 5 വർഷമാണ്. 5 വർഷം, അതല്ലെങ്കിൽ 1,20,000 കിലോമീറ്ററാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത്. ഇതിൻ്റെ വാറണ്ടിക്കകത്ത് വരുന്ന സാധനങ്ങൾ ഇതിൻ്റെ ബാറ്ററിക്ക്, ഇതിൻ്റെ മോട്ടറിന്, ഇതിൻ്റെ ചാർജറിന് 5 വർഷം, അതല്ലെങ്കിൽ 1,20,000 കിലോമീറ്റർ, ഏതാണോ ആദ്യം വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ വാറണ്ടിയുടെ പീരീഡ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 4,75,000 രൂപയാണ്.
എല്ലാ ഫിനാൻസ് കമ്പനികളുടെയും സപ്പോർട്ട് നമുക്കുണ്ട്. ഫിനാൻസ് കമ്പനിയുടെ മാത്രമല്ല, നാഷണലൈസ്ഡ് ബാങ്കിൻ്റെയും സപ്പോർട്ട് നമുക്കുണ്ട്. മുദ്രാ ലോണാണ് ഇനി നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും നമ്മുടെ ഷോറൂമിലുണ്ട്. നിങ്ങൾ വന്ന് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിബിൽ സ്കോറും എല്ലാം അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ഫിനാൻസ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് ആ ഫിനാൻസ് ഷോറൂമിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.